ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗാച്ചി അക്കൂട്ട എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സ്റ്റോറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മളെല്ലാവരും ശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് പലപ്പോഴും ജീവനുള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയായാലും നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനമായാലും. എന്നാൽ അങ്ങനെയുള്ള സാധനം കേടുവന്ന് നമ്മൾ വലിച്ചെറിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? അതാണ് ഈ സ്റ്റോറിയുടെ മെയിൻ പ്ലോട്ട്. അപ്പോട്ട് സമയങ്ങൾ അത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് കത്തി നമ്മൾ കാണുന്നത് കീറിപ്പോയ ഒരു പാവയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയാണ്. ഹേയ്, ഞാനത് ഇപ്പോഴല്ലേ മേടിച്ചോണ്ട് വന്നേ, അപ്പോഴേക്കും അത് നശിപ്പിച്ചോ? കുഴപ്പമില്ല, നമുക്ക് വേറെ മേടിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിലോട്ട് അവർ അത് എടുത്തിടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മാസ്ക് ഇട്ട ആൾ അവിടെ നിൽക്കുന്നുണ്ട്. മനുഷ്യർ കേടുവന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഒഴിവാക്കും. അത് ശരിയാക്കി ഉപയോഗിച്ചാലും ഒരിക്കലും പഴയതുപോലെ ഒരു മൂല്യം അതിനുണ്ടാകില്ല, അതിനി മനുഷ്യനായാൽ പോലും എന്ന് പറഞ്ഞ് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ആ വണ്ടിയുടെ പുറകെ ഓടുന്നു. സോ അവിടെ വെച്ച് ഗാച്ചി അക്കൂട്ട എന്ന ആനിമെ ആരംഭിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ട്രാഷിലെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ പയ്യനെയാണ്. ഹേയ്, ആരാ നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ച് ഒരു ഓഫീസർ അങ്ങോട്ട് വരുന്നു. ഓ, നീ ഒരു ട്രാഷ് റൈഡർ ആണല്ലേ? നിന്നെ പോലെയുള്ളവർ ഇങ്ങോട്ട് വരാൻ പാടില്ല. നീയൊക്കെ കാരണം ഞങ്ങൾക്കാ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ അവൻ എമർജൻസി ബട്ടൺ ഞെക്കുന്നു. ആ ശബ്ദം കേട്ട് വീണ്ടും ഓഫീസേഴ്സ് അങ്ങോട്ട് വരുന്നു. ഹേയ്, കീഴടങ്ങുന്നതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ അവനെ ഷൂട്ട് ചെയ്യോടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള വേസ്റ്റ് എല്ലാം അവൻ അവർക്ക് നേരെ എറിയുന്നത്. കിട്ടിയ ഗ്യാപ്പിൽ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോൾ വഴി രക്ഷപ്പെടുന്നു. എന്നാൽ അവിടെ എമർജൻസി അലാറം മുഴങ്ങുന്നത് കൊണ്ട് അവന് രക്ഷപ്പെടാനുള്ള ഗേറ്റ്സ് എല്ലാം ക്ലോസ് ആവുന്നു. ഹേയ്, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഗാർഡ്സ് അവനെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ വളരെ വേഗത്തിൽ അവൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിലെ ഒരു ബുള്ളറ്റ് മാത്രം അവന്റെ കയ്യിൽ കൊള്ളുന്നു. ഹേയ്, എന്തൊക്കെ സംഭവിച്ചാലും അവനെ പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഗാർഡ്സ് അവന്റെ പുറകെ ഓടുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് ഹോൾ വഴി അവൻ പുറത്തു വരുന്നു. ഞാൻ എന്ത് തെറ്റിയിട്ടാ ഇവന്മാരൊക്കെ എന്റെ പുറകെ വരുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മനോഹരമായ ആ സ്ഥലമാണ്. ഹേയ്, നീ അറിഞ്ഞോ, ഇന്നലെ രാത്രി വീണ്ടും ട്രാഷ് റൈഡ് ഉണ്ടായി. ഓ, ഇതിപ്പോ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? വേറെ ആരാ? ആ ട്രൈബിലെ ആളുകൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് രണ്ട് ലേഡീസ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവിടെ നിൽക്കുന്ന ഒരാളെ അവർ കാണുന്നത്. തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ അവിടെ നിന്നും പോകുന്നു. അവന്റെ ആ മുഷിഞ്ഞ വസ്ത്രം കണ്ടാൽ അറിയാം അവനും ആ ട്രൈബിൽ പെട്ടതാണ്. ഇവർക്കൊക്കെ അവരുടെ സ്ഥലത്തിരുന്നാ പോരെ, എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നവർ ചോദിക്കുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് അവൻ അവന്റെ സ്ഥലത്തോട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഒരു ഭാഗത്ത് റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി, മറുഭാഗത്ത് പാവപ്പെട്ടവരും അവരുടെ കുഞ്ഞി കുടിലുകളും. മുഴുവൻ സിറ്റിയും ഇപ്പൊ ആ ട്രാഷ് റൈഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ കാരണം നമുക്കായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത് എന്ന് കുറച്ചു പേർ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ആ പയ്യനെ കാണുന്നത്. ഹേയ് റൂഡോ, നീ വീണ്ടും വേസ്റ്റ് പെറുക്കാൻ പോയോ? സിറ്റിയിലുള്ള ആളുകൾ ട്രാഷ് റൈഡറെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുവാണ്. നിന്നെ അവരുടെ കൈ കിട്ടിയാ അവർ വെറുതെ വിടില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നൊരു പെൺകുട്ടി അവനോട് ചോദിക്കുന്നു. കയ്യിൽ പണമുള്ളവർ അവരുടെ കയ്യിലുള്ളതിന് എന്തെങ്കിലും ചെറിയ ഡാമേജ് വന്നാൽ അവർ വലിച്ചെറിയും. അവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല, കാരണം അതുപോലെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അത് ശരിയാക്കി വിറ്റിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നവൻ പറയുന്ന സമയത്താണ് കുറച്ച് പിള്ളേർ അങ്ങോട്ട് വരുന്നത്. ഹേയ്, ആ വൃത്തികെട്ട സ്മെൽ എവിടുന്നാ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. ഹേയ് ജീവ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ അധികം നേരം അവനോട് സംസാരിച്ച നിനക്കും ആ സ്മെല്ലായിരിക്കും. അവന്റെ കയ്യിൽ കിടക്കുന്ന ആ ഗ്ലൗസ് കണ്ടില്ലേ? എത്ര കാലമായി അത് വെള്ളം കണ്ടിട്ടെന്ന് അവന് പോലും അറിയില്ല. അതിലെങ്ങാനും നീ തൊട്ട് കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് നിനക്ക് ചന്തി കഴുകാൻ പോലും പറ്റില്ല. നീ ഇതെത്ര ശരിയാക്കി വെച്ചാലും ഇതൊന്നും നിന്റെ കയ്യിൽ നിന്നും ആരും മേടിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവന്റെ കൂടെ നടക്കുന്നത് നിനക്കൊരു പ്രശ്നമായിട്ട് മാറും, കാരണം ഇവനൊരു പ്രാന്തന്റെ മകനാണ്. ഇത് കേട്ട് റൂഡോക്ക് ദേഷ്യം വരുന്നു. അല്ലെങ്കിലോ പുറത്തുള്ളവർ നമ്മളെ ക്രിമിനൽസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ വന്ന് ജനിച്ചത് നമ്മളുടെ വിധി. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു ജോലിയൊക്കെ മേടിച്ച് ഞങ്ങൾ ക്രിമിനൽസ് അല്ലെന്ന് അവരെ തെളിയിക്കണമെന്ന് വിചാരിച്ച ഇവന്റെ അച്ഛനെ പോലെയുള്ള കൊലയാളികൾ കാരണം അതിനും പറ്റാത്ത അവസ്ഥയായി. ഇവന്റെ കൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ നിന്നെയും വളരെ വൃത്തികെട്ടൊരു പെൺ എന്നവൻ പറഞ്ഞതും റൂഡോ അവനെ തുറച്ചു നോക്കുന്നു. അത് കണ്ട് അവൻ പേടിച്ചു പോകുന്നു. നോക്ക്, അവനെ കാണാൻ ഒരു ക്രിമിനലിനെ പോലെയില്ലേ? അച്ഛനെ പോലെ തന്നെ ആയിരിക്കുമല്ലോ മകനും. എന്നെങ്കിലും ഒരിക്കൽ ഇവനും ഒരു കൊലയാളിയായി മാറും എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. ഹേയ്, അവര് പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട, നീ ഒരു നല്ല പയ്യനാ എന്ന് ജീവ അവനോട് പറയുന്നു. അപ്പോഴാണ് അവൻ കൊണ്ടുവന്ന ബൊമ്മ അവൾ കാണുന്നത്. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഹേയ്, ഞാനിത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ഞാനിത് നിനക്ക് തരാം
എന്ന് പറഞ്ഞ് റൂഡോ അത് അവൾക്ക് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവന്റെ കൂടെ നടക്കരുതെന്ന് എന്ന് പറഞ്ഞ് അവർ അവളെ വിളിച്ചോണ്ട് പോകുന്നു. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ വിഷമിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോഴതാ അയാൾ അവിടെ നിൽക്കുന്നു. ഓ, അത് വിൽക്കാൻ വേണ്ടി വെച്ചതല്ല, ഞാൻ നിനക്ക് അങ്ങനെയല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് അയാൾ. ആദ്യം നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരി, അത് വിട്. നമുക്കിനി ഇന്നലെ രാത്രി സംഭവിച്ച ആ ട്രാഷ് റൈഡിനെ കുറിച്ച് സംസാരിക്കാം. ഇത്രയും റിസ്ക് എടുത്ത് നീ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് അവരുടെ കയ്യിലെങ്ങാനും പെട്ടുപോയാ പിന്നെ നീ എങ്ങനെ പുറത്തു വരും? ഹേയ്, ഇത് അത്ര റിസ്ക് ഒന്നുമില്ല. പിന്നെ അവരെ കൊണ്ട് എന്നെ പിടിക്കാനും സാധിക്കില്ല. എന്നിട്ടാണോ ഇന്നലെ അവർ നിന്നെ കണ്ടുപിടിച്ചത്? നമുക്ക് പറയാൻ ബ്ലഡ് റിലേഷൻ ഒന്നുമില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. എന്നെ സഹായിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരനാഥനായി എന്നെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയത് നിങ്ങളാണ്. ഇതെന്റെ കടമയായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത്. നമ്മൾ ഒരു ഫാമിലി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഹേയ് റൂഡോ, ഇതുപോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്താ നീ ജീവയോട് സംസാരിക്കാത്തത്? നമ്മളിപ്പോ ജീവയെ കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. വെയിറ്റ്, നിന്റെ കൈക്ക് എങ്ങനെയാ പരിക്ക് പറ്റിയത് എന്ന് ചോദിച്ച് റൂഡോയുടെ കയ്യിലെ മുറിവ് അവർ കെട്ടിക്കൊടുക്കുന്നു. റൂഡോ, ഇനി നീ ആ ട്രാഷിലോട്ട് പോകരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുപോലെ ആയിരിക്കില്ല. അതൊന്നും കുഴപ്പമില്ല. എന്റെ അച്ഛൻ പോയതിന്റെ അത്ര വേദനയൊന്നും വരില്ലല്ലോ ഇതിന് എന്ന് പറഞ്ഞ് അവൻ അവന്റെ കൈയിലോട്ട് നോക്കുന്നു. അവന്റെ രണ്ട് കൈക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. സോ അവരുടെ സിറ്റിയിലുള്ള ആളുകൾ എന്തെങ്കിലും വലിയൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ തൂക്കിയെടുത്ത് ഒരു വലിയ കൊക്കയിലോട്ട് എടുത്തിടും. ഒരുപാട് വർഷമായിട്ട് അങ്ങനെ ഒരു റൂളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് റൂഡോയുടെ അച്ഛനെയും അതുപോലെ ആ കുഴിക്കകത്തോട്ട് എടുത്ത് എറിഞ്ഞതാണ്. സോ അവന്റെ അച്ഛന് സംഭവിച്ച കാര്യം അവനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവനോട് പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് പറയുന്നത്. ഓർമ്മ വെച്ച കാലം തൊട്ടേ എന്റെ കൈ ഇങ്ങനെയാണ്. ചില സമയത്ത് ആ വേദന എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഇത് കണ്ട് എല്ലാവരും എന്നെ അറപ്പോടെയും വെറുപ്പോടെയുമാണ് നോക്കുന്നത്. അപ്പോഴാണ് റിട്ടോ എനിക്ക് ഈ ഗ്ലൗസ് കൊണ്ടുവന്ന് തന്നത്. പിന്നെ എന്റെ കൈ ആരും കണ്ടിട്ടില്ല. ഈ ഗ്ലൗസ് ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ വേദനയും തോന്നിയിട്ടില്ല. ഇത് തന്ന ഇവരോട് ഞാൻ ഒരുപാട് കടമപ്പെട്ടിരിക്കുന്നു എന്ന് റൂഡോ ചിന്തിക്കുന്നു. ഹേയ് റൂഡോ, നിന്റെ മനസ്സിലുള്ളത് പെട്ടെന്ന് ജീവയോട് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ അവളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അവള് നല്ലൊരു പെണ്ണാണ്. മറക്കാതെ ഇത് നാളെ അവൾക്ക് കൊടുത്തിട്ട് ഒരു കിസ്സും കൊടുത്തേക്ക് എന്ന് റെട്ടോ അവനോട് പറയുന്നു. ഇതേ സമയമാണ് അവരുടെ വീടിന് പുറത്ത് മാസ്ക് ഇട്ട ഒരാൾ നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ചീവയോട് എങ്ങനെ ചിരിച്ച് സംസാരിക്കണമെന്ന് റൂഡോക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണ് റെട്ടോ. റെട്ടോ പറഞ്ഞതനുസരിച്ച് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് റൂഡോ. അങ്ങനെ ചീവയെ കാണാൻ പോകുന്ന സമയത്താണ് ആ വലിയ കുഴി അവൻ കാണുന്നത്. ആവശ്യമില്ലാത്ത എല്ലാ സാധനവും അവസാനം ആ കുഴിയിലാണ് കൊണ്ടുപോയിടുന്നത്. എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തവരെയും ആ കുഴിയിലോട്ട് അവർ എറിയുന്നു. എന്റെ അച്ഛനെയും അങ്ങനെയാണ് അവർ ആ കുഴിയിലോട്ട് എറിഞ്ഞത്. അതിൽ വീണവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല എന്ന് റൂഡോ പറയുന്ന സമയത്ത് ഒരു കുറ്റവാളിയെ അതിലോട്ട് അവർ എടുത്തിടുന്നു. ഹേയ്, ഗുഡ് മോർണിംഗ്. നിന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. അവര് ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കുറ്റം ചെയ്താൽ അവരെ കൊണ്ടുവന്ന് ആ കുഴിയിലോട്ട് ഇടുന്നു. അവിടെ നിൽക്കുന്നവർക്ക് അത് കാണാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധിച്ച് അവരെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. റൂഡോ, നിന്നെ ഒരിക്കലും ആ കുഴിയിലോട്ട് ഇടുന്നത് ഞാൻ കാണരുതെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഒരുപാട് ട്രാഷും ആളുകളെയും അതിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. നീ എങ്ങാനും അവരുടെ കയ്യിൽ പിടിക്കപ്പെട്ടാൽ അവർ നിന്നെയും അതിനകത്തോട്ടിടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. റെട്ടോയും ഇത് തന്നെയാ പറഞ്ഞത്. അവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത് എന്ന് ചീവ പറയുന്നു. അവർക്കും എന്നെ ഇഷ്ടമാണെന്നോ? സോ ചീവക്കും തന്നെ ഇഷ്ടമാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവൾ പറഞ്ഞതാണെന്ന് വിചാരിച്ച് റൂഡ് അവളുടെ മുഖത്തോട്ട് നോക്കുന്നു. ഹേയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് അത് പിന്നെ ഇത് കണ്ട് റൂഡോക്ക് നാണം വരുന്നു. ആ ബൊമ്മ ഉപയോഗിച്ച് അവൻ മുഖം പൊത്തിപ്പിടിക്കുന്നു. ഹേയ് റൂഡോ, ഇതാ ബൊമ്മയല്ലേ? അതെ, ട്രാഷിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് നിനക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് അവൻ അത് അവൾക്ക് കൊടുക്കുന്നു. ഇത് കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. സോ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായതും ലോട്ടറി അടിച്ച സന്തോഷത്തോടെ റൂഡോ റെട്ടോടെ അടുത്തോട്ട് ഓടുന്നു. എനിക്കിത് അവരോട് പറഞ്ഞേ പറ്റൂ. അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഓടുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെ തട്ടി അവൻ താഴോട്ട് വീഴുന്നത്. എന്നാൽ അവനെ വലിയ മൈൻഡ് ചെയ്യാതെ അവരവിടെ നിന്ന് പോകുന്നു. വീണ്ടും സന്തോഷത്തോടെ റെട്ടോടെ അടുത്തോട്ട് ഓടുവാണ് റൂഡോ. ഹേയ് റെട്ടോ, ഞാൻ വന്നു, ഞാൻ എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് റൂഡോ കാണുന്നത് മാസ്ക് ഇട്ട അയാൾ റെട്ടോയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ട് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും ആ സ്വോർഡ് റെട്ടോയുടെ ശരീരത്തിലോട്ട് കുത്തി ഇറക്കുവാണ് അയാൾ. നീ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവന് നേരെ പോകുന്ന റൂഡോയെ അവൻ അറ്റാക്ക് ചെയ്യുന്നു. കണ്ണു തുറക്കുന്ന റൂഡോ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നതാണ്. നീ എങ്ങോട്ടാ പോകുന്നേ? നിൽക്കടാ
റോഡോ ഓട് 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 റോഡോ. റെഡോ, ഒന്നുമില്ല, നിങ്ങൾക്കൊന്നുമില്ല. ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ രക്ഷിക്കാൻ ആളെ കൊണ്ടുവരാം. റോഡോ ഓട്. ഓടാനല്ലേ പറഞ്ഞ്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ നശിച്ച ലോകം ഒന്ന് മാറ്റ്. ഈ നശിച്ച ലോകം മാറ്റ് എന്ന് പറഞ്ഞ് റെഡോ മരിക്കുന്നു. പെട്ടെന്നാണ് പുറകിലൂടെ അവൻ ആരോ അറ്റാക്ക് ചെയ്യുന്നത്. സോ റെഡോയെ ഇല്ലാതാക്കിയത് കണ്ട് അങ്ങോട്ട് വന്ന ഓഫീസേഴ്സ് ആയിരുന്നു അത്. ഹേയ്, അവരെ നീ കൊല്ലുമ്പോൾ നിന്നെ കൈയോടെ ഞങ്ങൾ പിടികൂടി. കുറ്റം നീ സമ്മതിച്ചേക്ക്. ഇല്ല, ഞാനല്ല ഇത് ചെയ്തത്. അവരിപ്പോഴും മരിച്ചിട്ടില്ല. മിണ്ടരുത്, നിന്നെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. നീ ഒരു കൊലയാളിയാണ്. കണ്ടോ, നിന്റെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട്. ഇല്ല, ഞാനല്ല ഇത് ചെയ്തത്. ശരിക്കുള്ള കൊലയാളി ഇപ്പൊ ഓടിയിട്ടേ ഉള്ളൂ. പോയാൽ അവനെ പിടിക്കാൻ സാധിക്കും. മിണ്ടരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്. നീയാണ് യഥാർത്ഥ കൊലയാളി. നിന്നെ പോലെ വൃത്തികെട്ട ട്രാഷിനൊന്നും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. സോ അവനെ വളർത്തി വലുതാക്കിയവരെ തന്നെ അവൻ കൊന്നുവെന്ന് അറിഞ്ഞ് നാട്ടുകാരൊക്കെ അങ്ങോട്ട് വരുന്നു. ഇല്ല, ഒരിക്കലും റൂഡോ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ജീവയും അങ്ങോട്ട് വരുന്നു. സോ അവൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ അവിടെയുള്ളവർ അവനെ ആ വലിയ കൊക്കയിലോട്ട് എടുത്തിടാൻ ശ്രമിക്കുന്നു. ജനങ്ങളെല്ലാം അവൻ തെറ്റ് ചെയ്തുവെന്ന് സ്വയം മുദ്ര കുത്തുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ഇതുപോലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ ചെയ്തിട്ടില്ല. പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ജീവ, റീക്കയെ കൊന്നു. ആ കൊലയാളിയെ നീ കണ്ടുപിടിക്ക് എന്ന് വിളിച്ചു പറയുവാണ് റൂഡോ. ഞാൻ നിന്നെ വിശ്വസിച്ചു, പക്ഷെ നീ ഒരു കൊലയാളിയുടെ മകനാണെന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞ ആ പാവ വലിച്ചെറിഞ്ഞ് ജീവ അവിടെ നിന്നും പോകുന്നു. സോ അവൾ പോലും അവനെ വിശ്വസിക്കുന്നില്ല. പിന്നെ മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കും? ഇവിടെയുള്ള നിങ്ങളാണ് യഥാർത്ഥ ട്രാഷ്. ജീവിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലക്ഷ്യവുമില്ല. കണ്ണും ചെവിയും ഒക്കെ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? ഒരാൾ ഇവിടെ പറയുന്നത് കേൾക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ല. മനസാക്ഷിയില്ലാത്ത നിങ്ങളെ എല്ലാവരെയും തീർച്ചയായിട്ടും ഞാൻ എന്നവൻ പറയുന്ന സമയത്താണ് റെഡോയെ കൊന്ന അവൻ അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത്. അപ്പോ തന്നെ അവർ അവനെ ആ കൊക്കയിലോട്ട് വലിച്ചെറിയുന്നു. അവനെ നരകത്തിലോട്ട് അയക്കാതെ ഞാൻ ഒരിക്കലും മരിക്കില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും എന്നവൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് അവൻ എന്തോ തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണു തുറക്കുന്ന റൂഡോയെയാണ്. മല പോലെയുള്ള ചവറുകൾക്കിടയിലാണ് അവൻ ഇപ്പോ നിൽക്കുന്നത്. അവിടുത്തെ വൃത്തികെട്ട സ്മെല്ല് സഹിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതെന്ത് സ്ഥലമാ? ഇത് വേസ്റ്റ് മാത്രം നിറഞ്ഞ ഒരു സ്ഥലമാണ്. എല്ലാത്തിന്റെയും അവസാനം മനുഷ്യരെയും വേസ്റ്റിനെയും ഇങ്ങോട്ടാണ് വലിച്ചെറിയുന്നത് എന്നവൻ ചിന്തിക്കുന്ന സമയത്ത് വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ മോൺസ്റ്റർ അങ്ങോട്ട് വരുന്നു. ഈ സ്ഥലം ശരിക്കും ഒരു നരകമാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.